ഹലോ ഗൈസ്, പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ സിന്ധു ആൻറ്റീൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ സിന്ധു ആൻറ്റി പറയുന്നുണ്ട്, പേരക്ക ആയിട്ടുണ്ട് 2 തോന്നുന്നു, ഒന്ന് ചെന്ന് നോക്കിക്കളാം. നോക്കിയപ്പോഴോ 2 പേരക്ക മൂത്തിട്ടുണ്ട്. അപ്പം ആ പഴുത്ത 2 ഞാനിതാ പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ മുറ്റത്ത് കാണുന്നത് ഒരു കപ്ലങ്ങ മരം. കപ്ലങ്ങ മരത്തിലാണെങ്കിൽ കപ്ലങ്ങ ഇതാ പഴുത്ത് നിൽക്കുന്നത്. വടിയൊന്നും തപ്പിയിട്ട് കണ്ടില്ല. അപ്പം പറഞ്ഞു, ഇതൊക്കെ എന്ത്, എനിക്ക് വടീൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറിച്ചു തരാം. മൂപ്പറത് ഇതാ തോട്ടീൻ്റെ ഒരു ആവശ്യം ഇല്ലാണ്ട് ഇതാ പറിച്ച് കൈ തരാണ്. ട്രോഫിയൊക്കെ കിട്ടിയ പോലെ എൻ്റെ കൈ കൂടെ തരാണ്. ഞാനത് വാങ്ങിച്ചു. ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൽ താക്കോൽ അവിടെ വെച്ചിട്ട് വന്നു. അങ്ങനെ അതും എടുത്ത് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ CCTV ഉണ്ട്, രേൻ്റെ തല അതിൽ പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇരിട്ടിയിലെത്തിയിട്ടുണ്ട്. ഇരിട്ടിയിലെത്തിയാൽ മെയിൻ ഉദ്ദേശങ്ങളിലൊന്ന് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ ഒരു കസിൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. ഞാൻ നോക്കുമ്പോൾ ഇവരെ ബാക്ക് കാണുന്നില്ല. നോക്കുമ്പോൾ അവർ അപ്പുറ സൈഡിലൂടെ കയറി ഓവർടേക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളിത് സാരീൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. സെലക്ഷൻ ഇവിടെ നല്ല സെലക്ഷനാണുള്ളത്. ഞങ്ങൾ ഇമ്മാനുവൽ സിൽക്സിലാണ് പോയത്. അപ്പം ഓരോ സാരികൾ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സാരികൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോഴാണ് മിറർ കണ്ടത്. ഇവരോട് ഹായ് പറയാൻ പറഞ്ഞാൽ അവർ യോയാക്കി, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ പല ടൈപ്പ് ഓഫ് സാരികൾ നോക്കുവാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട സാരി കിട്ടാത്തതിൻ്റെ ആണോ അതോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണോ അവരെ മുഖത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിതാ സാധനം എടുത്തതിന് ശേഷം അവിടുന്ന് സന്തോഷത്തോടെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഡമ്മീൻ്റെ അടുത്ത് നിന്നപ്പോൾ പറയാണ്, അതിന് കണ്ണ് കിട്ടാണ്ട് നിൽക്കുന്നത് പോലെ ഉണ്ട്, എപ്പോൾ ഉള്ള വളിച്ച കോമഡിയാണ്, ഇതൊന്നും എനിക്കൊരു വിഷയമില്ല. അങ്ങനെ ഞങ്ങളിതാ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, വണ്ടി കുറച്ചുകൂടി ദൂരെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നടത്തായേനെ. നമ്മൾ അമ്മാതിരി ദൂരെയാണ് കൊണ്ടിട്ടത്. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടാൽ മതിലിൻ്റെ മേലെ കയറി കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളിതാ പരാഗിലേക്ക് പോകണം. അങ്ങനെ പരാഗുന്ന സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്തായാലും ചൂടല്ലേ, എന്തെങ്കിലും തണുത്തത് കുടിക്കണമല്ലോ. ആ തണുത്തത് കുടിച്ചതിൻ്റെ എഫക്റ്റാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത്. നല്ല ജലദോഷമായി. എന്താണെന്നറിയില്ല, ഇപ്പോൾ ചൂടായതുകൊണ്ട് ഒരു ദിവസം വരെ മുടങ്ങാണ്ട് തണുത്തത് പുറത്തുനിന്നും വീട്ടിൽ നിന്നും ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മളൊരു ലൈമും ഫലൂദയായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഫലൂദയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിവിടുന്ന് ഇറങ്ങാമെന്നുള്ളതായിരുന്നു പ്ലാന്. അപ്പോൾ ഇതാ ഫലൂദയൊക്കെ ഇപ്പോൾ കഴിക്കുന്നതാണ് എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഇതൊക്കെ കഴിച്ചതിൻ്റെ എഫക്റ്റാണല്ലോ ഇന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നേന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു സങ്കടം. അങ്ങനെ നമ്മളിതാ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിള്ളേരുടെ ഡാൻസ് പ്രാക്ടീസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കണ്ടിഷ്ടമാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.